ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ ബനാന ചിപ്സാണ്. നമ്മളിത് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് നല്ല ക്രിസ്പി ബനാന ചിപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല മൂത്ത് വിളഞ്ഞ നേന്ത്രക്കായാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. കായ ആദ്യം നമ്മൾ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം തൊലി ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. നല്ല മൂത്ത നേന്ത്രക്കായാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ടായിരിക്കും. അതാണ് നമുക്ക് അതുപോലത്തെ കായാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രക്കായ ഇട്ടൊന്ന് ഒരു 15 മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാനാണിത്. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകി ഈ നേന്ത്രക്കായ പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കായ ഒരു ടർക്കി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നനവൊട്ടുമില്ല. എന്നിട്ട് നമ്മൾ ഇത് ചെറിയ തിൻ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ചെറിയ പീസാക്കാൻ കഴിയുന്നോ അത്രയും ചെറിയ പീസാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കൊരു പീസ് കായ എടുത്തിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കായ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ചിപ്സ്. ഇതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ചിപ്സ് ചെറുതായിട്ട് കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പീസസും സെപ്പറേറ്റായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് നമ്മൾ ക്രിസ്പി ബനാന ചിപ്സ് അല്ലെങ്കിൽ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. കുട്ടികൾക്കെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.